ദുരിതാശ്വാസമായി നൽകുന്ന തുക അല്ലെങ്കിൽ നൽകുന്ന ഈ വീടുകൾ ഈ പറയുന്ന കോടികൾ മുഴുവൻ ചെലവഴിച്ച് നൽകാൻ പറ്റില്ല. അങ്ങനെയാണ് നിയമം അനുശാസിക്കുന്നത് എന്നൊരു വാദം തിരിച്ചു പറയുന്നുണ്ട്. ഇനി അങ്ങ് ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ വീടുകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ, വീടുകൾ ഈ പറയുന്ന 606 കോടി രൂപ ബാക്കി കിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അത് മുഴുവൻ എടുത്ത് വീട് നിർമ്മാണത്തിനായി അല്ലെങ്കിൽ ഈ പറയുന്ന ടൗൺഷിപ്പിലേക്കായി ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചട്ടം എന്നുള്ളതാണ് ഒരു വാദം പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഒന്ന് തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞുതരാം. 778 കോടിയിൽ ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം മാത്രമാണ് CMDRF നിന്ന് കൊടുത്തിട്ടുള്ളത്. CMDRFന്റെ പോർട്ടൽ നിങ്ങളെടുത്ത് ഇപ്പൊ എക്സ്പെൻസ് പരിശോധിച്ചോ? CMDRF നിന്നും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൈസ കൊടുത്തിട്ടില്ല. CMDRF നിന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 75 ലക്ഷം രൂപയുടെ ഓഫീസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കറണ്ട് കണക്ഷൻ എടുക്കുന്നതിന് പൈസ ചെലവാക്കിയിട്ടുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് CMDRF നിന്ന് പൈസ കൊടുത്തിട്ടില്ല. ഞാനതാണ് പറഞ്ഞത്. അതാണ് പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിൽ വന്നിരിക്കുന്ന പൈസ. കർണാടക സർക്കാർ കൊടുത്ത 20 കോടി ഉൾപ്പെടെ എത്ര കോടി പിരിച്ചു എന്നുള്ളത് ഇതുവരെ ജനങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇതുവരെ അറിയാവോ? സ്മൃതിക്ക് അറിയാവോ ഈ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിൽ എത്ര കോടി വന്നു എന്നറിയാവോ? വന്നിട്ടില്ല. അത് കൂടാതെ സർക്കാർ കൊടുത്ത PDNA ഭാഗമായിട്ട് കൊടുത്ത പണമുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതി ഇടപെട്ട് 120 കോടി രൂപ SDRF ഫണ്ട് പൈസ കൊടുത്തു. ഇതെല്ലാം കൂടിയാൽ 1000 കോടി വേറെ വരും. അതുകൊണ്ട് CMDRF നിന്ന് വീട് പണിക്ക് പണം കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാദമാണ്. അതിൽ നിന്ന് കൊടുത്തിട്ടില്ല. ആ CMDRFിലുള്ള പണം ഇവർ കൊടുക്കേണ്ടത് മറ്റു പല കാര്യങ്ങൾക്കുമാണ്. അതുപോലും കൊടുത്തിട്ടില്ല. ശരി, അങ്ങനെയെങ്കിൽ ശ്രീ രാജീവ് നായർ, നിങ്ങൾക്കിത് പറയാൻ എന്ത് റൈറ്റ് എന്നാണ്, കോൺഗ്രസിന് ഇത് പറയാൻ എന്ത് റൈറ്റ് ഉണ്ട് എന്നുള്ള മറുവാദം കൂടിയുണ്ടല്ലോ. നിങ്ങൾ വാഗ്ദാനം ചെയ്ത വീട് എവിടെ? നിങ്ങൾ ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തു, അവിടെ പണി തുടങ്ങി എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഒരു സ്ഥലം കെട്ടിത്തിരിച്ചു വച്ചു എന്നതിലപ്പുറം ഒരു കാര്യവും നടന്നിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ടിന്റെ കാര്യം തന്നെ എത്ര വിവാദമായതിനു ശേഷമാണ് അതിൽ പ്രതികരിക്കാൻ തയ്യാറായത്? അതിനുശേഷം എപ്പോഴാണ് വീട് നിർമ്മാണം തുടങ്ങുക എന്ന് ഇപ്പോഴും പറയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന് ഇത് ഇത്ര ശക്തമായി ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിക്കാനാവുക എന്നതാണ് നിങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു ചോദ്യം. അതിന് കൂടി മറുപടി പറയണം. അതിന് ശബ്ദം ഉയർത്തി തന്നെ ഉറച്ച ശബ്ദത്തോടുകൂടി ചോദിക്കാൻ കഴിയുന്ന കാര്യം, കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. ആ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ഇതിനെല്ലാം ഉത്തരവാദിത്വമുള്ള സർക്കാരിനോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു സന്നദ്ധ പ്രവർത്തനമാണ്. പ്രതിപക്ഷത്ത് കേരളത്തിൽ 10 വർഷവും കേന്ദ്രത്തിൽ 12 വർഷമായിട്ട് പ്രതിപക്ഷത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനമാണത്. ആ സന്നദ്ധ പ്രവർത്തനം ഞങ്ങൾ ഏറ്റവും ചടുലമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിന് പല തടസ്സങ്ങളുണ്ടായി. അത് ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കുകയും ചെയ്യും. അങ്ങ് പറയുന്നത് ശരിയാണ്. സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടി നൽകുന്ന വാഗ്ദാനം തമ്മിൽ താരതമ്യമില്ല. ശരി, അത് വാദത്തിന് സമ്മതിക്കുകയാണ്. എന്നാൽ പോലും നിങ്ങൾ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനം എന്നുള്ളത് നിങ്ങൾ നൽകിയ ഉറപ്പാണല്ലോ. ഇപ്പോൾ സർക്കാർ നൽകിയ വീട് വേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ വിശ്വസിച്ച് വന്ന ഒരു പറ്റം ആളുകളുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഒരു സമയപരിധി കൃത്യമായി പറയണ്ടേ എപ്പോൾ നിർമ്മിച്ചു നൽകുമെന്ന്? അല്ല, അതിൽപ്പെട്ട ആരെങ്കിലും പരാതി ഉന്നയിച്ചിട്ടുണ്ടോ? ഇത്രയും വിവാദങ്ങൾ ഉണ്ടായല്ലോ. ഞങ്ങൾ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യരിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിച്ചു? സ്മൃതി, ഒരു കാര്യം മനസ്സിലാക്കിയോ? അവിടെ 410 കുടുംബങ്ങൾക്കാണ് വീട് വേണ്ടത്. ആ 410 കുടുംബങ്ങളിൽ 300 ചില്ലാനം വീടുകളോളം ഈ ഗവൺമെന്റ് പണിയുന്നുണ്ട്. അതിൽ കർണാടക സർക്കാർ ഇപ്പൊ എന്തായാലും CMDRF ഒക്കെ CPMന്റേതാണെന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ ഫണ്ടാണെന്ന് തന്നെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട് കൊടുക്കുന്ന ഫണ്ടാണ്. ഇതിനെല്ലാം അപ്പുറം പുറത്തു വരുന്ന മനുഷ്യർക്കാണ് ഞങ്ങളുടെ സഹായം ലഭിക്കുക. അതെന്താണെന്നറിയാമോ? അവിടെ പല റോഡുകളുണ്ട്. മത്തായിക്കല്ല് അവിടെയുണ്ട്. അതുപോലെ തന്നെ നോഗോൺ സോൺ ഉണ്ട്. ആ സോണിന് ഇപ്പുറത്തും ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി. പക്ഷെ അവിടെ ഇപ്പൊ 5-6 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം അവർ ഈ കണ്ട ഭയം, അതുപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്കവിടെ ഒരു ചെറിയ കട നടത്തി ജീവിച്ചവരുണ്ട്. അവർക്കവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും വീടുണ്ട്. ഞങ്ങൾ ഈ സർക്കാരിന്റെ ലിസ്റ്റ് പൂർണ്ണമല്ല. 2 വർഷം കഴിയുമ്പോൾ സ്മൃതി മനസ്സിലാക്കേണ്ടത് സർക്കാരിന്റെ ലിസ്റ്റ് പൂർണ്ണമല്ല. ആ സർക്കാരിന്റെ ലിസ്റ്റ് പൂർണ്ണമായി കഴിഞ്ഞാൽ അതിൽ നിന്നും മാറ്റപ്പെടുന്നവർക്ക്, അതിൽ പെടാത്തവർക്ക് ഞങ്ങൾ വീട് പണിത് കൊടുക്കും. ഞങ്ങളത് കൊടുക്കുന്നേ. ഞങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തില് 94 വീട്
കൈത്താങ് പദ്ധതിയിൽപ്പെടുത്തി രാഹുൽ ഗാന്ധി പണിത് കൊടുത്താണ്. ആരും അറിഞ്ഞില്ലല്ലോ. 94 കുടുംബങ്ങൾ ഇല്ലേ? ഈ പോളും അവറാനും ഉൾപ്പെടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സർക്കാർ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാത്തപ്പോ രാഹുൽ ഗാന്ധി വീട് പണിത് കൊടുത്തതാണ് ഈ പറയുന്ന കൈത്താങ്ങില്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് കൃത്യം അറിയാം. സർക്കാർ ആദ്യം അതിനെ ചെയ്യേണ്ടത് ഇതിന്റെ ബെനിഫിഷ്യറി ലിസ്റ്റ് ഫൈനലാക്കുക എന്നുള്ള. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇതുവരെ ഇതിന്റെ ഗുണഭോക്തൃ പട്ടിക പോലും പുറത്തുവിടാൻ കഴിയാത്തവരാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഭരണഘടനാപരമായ ബാധ്യത, ഉത്തരവാദിത്വം അത് ചെയ്ത് പൂർത്തിയാക്കും. അത് കഴിഞ്ഞിട്ടാവാം മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നത്, സന്നദ്ധ പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.